ഗുഡ് മോർണിംഗ് സാർ. ഈ വരകൾ ഭാവി ജീവിതം കൈ നോക്കിയിട്ട് എങ്ങനെയുണ്ട്? രക്ഷപ്പെടുവോ? വല്ല രക്ഷയുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിനകത്ത് കിടക്കുമായിരുന്നു. ആ എണീക്ക്. ഇന്നലെ നന്നായിട്ട് അവിടെ ഉറങ്ങിയോ? ഭയങ്കര കൊതുകായിരുന്നു. അയ്യോ, സാറിനെ കൊതുക് കടിച്ചല്ലേ? ആ കോൺസ്റ്റബിളിനോട് പറഞ്ഞിരുന്നെങ്കിൽ 2 ആമാർ കൊതുകി വാങ്ങിച്ചു തന്നേനല്ലോ. അതിപ്പോ ഞാൻ ചോദിക്കണമെന്ന് കരുതിയതാ, പിന്നെ പോലീസ് സ്റ്റേഷനിലെന്ന് നിനക്ക് സ്ഥിരമായിട്ട് ഇവിടെ തന്നെ കിടക്കണമെന്നുണ്ടോ? കിടക്കുന്ന കുഴപ്പമൊന്നുമില്ല, എന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നാ മതി. മതി മതി. നീ ഇന്നലെ കുടിച്ച് ലെക്കില്ലാതെ എന്തൊക്കെയാണോ റോട്ടിൽ കിടന്ന് വിളിച്ചു കൂവിയത്? സാർ, ഒരു അബദ്ധം പറ്റി സാർ. ആ ജോസഫ് ഏട്ടൻ എന്റെ ഫീലിങ്സ് മാറാൻ വേണ്ടി ഒരു മരുന്ന് തന്നു. അത് കുടിച്ചതിന് ശേഷം പിന്നെ എനിക്ക് ഒരു ഓർമ്മയുണ്ടായിരുന്നില്ല. എന്നോട് ക്ഷമിക്കണം. വെള്ളമടിച്ച് റോഡിൽ കിടന്ന് പോലീസിനെ തെറി പറഞ്ഞിട്ട് ക്ഷമിക്കണമെന്ന്? നിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പിന്നെ കുടിച്ച് വെളിവില്ലാ പറഞ്ഞാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ക്ഷമിച്ചതാ. അത് വളരെ നന്നായി സാർ. നിനക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ. ഈ ആളെ കിടക്കണ പണി നിർത്തി വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചുകൂടെ? സാർ, വേറെ വല്ല നല്ല ജോലിയും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഈ പണിക്ക് പോവായിരുന്നു. സാർ എനിക്കൊരു ഉപകാരം ചെയ്യും, എവിടെയെങ്കിലും നല്ലൊരു ജോലി വാങ്ങിത്ത. അതേടാ, നിനക്കൊക്കെ ജോലി കണ്ടുപിടിക്കാൻ വേണ്ടിയല്ലേ സർക്കാർ എനിക്ക് ശമ്പളം തരുന്നത്. ഞാൻ ഈ ജോലി ഉണ്ടാക്കിയതിന്റെ വിഷമം എനിക്കറിയാം. പോ. ഓ, ഇനി റോട്ടിൽ കിടന്ന് ബഹളം വെച്ചാലുണ്ടല്ലോ. എന്താടാ? സാറ് ചൂടാവരുത്, എനിക്കൊരു സങ്കടം പറയാനുണ്ട്. എന്റെ കസ്റ്റമേഴ്സിന് മുമ്പിൽ വെച്ച് സാറിനെ ഇൻസൾട്ട് ചെയ്യരുത്. അതിന്റെ തൊഴിലിനെ ബാധിക്കും. ജനിച്ചു പോയില്ലേ സാറേ, ജീവിക്കണ്ടേ? പ്ലീസ് ചെല്ല. രാജു, നിന്നെ ഈടെയായിട്ട് കാണാറേയില്ലല്ലോ. നീ ഫാദറിനെ മറന്നോ? അയ്യോ, ഫാദറിനെ എനിക്ക് മറക്കാൻ പറ്റുമോ? എന്താ ഇത്? കുറച്ച് ചുരുട്ടും യൂക്കാലിപ്റ്റസും. ഇപ്പൊ പണ്ടത്തേതുപോലെ ചുരുട്ട് അധികം ഉപയോഗിക്കാറില്ല. രാത്രി വാ പൂട്ടാതെ ചുമയാണ്. ഫാദർ ഡോക്ടറെ കണ്ടില്ലേ? കണ്ടു. ഡോക്ടറാ പറഞ്ഞത് ചുരുട്ടുവലി കുറയ്ക്കണമെന്ന്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നീ ഇപ്പോഴും ആ പൊന്നയ്യന്റെ വീട്ടിൽ തന്നെയാണോ താമസം? അതെ ഫാദർ. ആ രാജു, അനാഥാലയത്തിലെ കുട്ടികൾ നിന്നെ എപ്പോഴും അന്വേഷിക്കാറുണ്ട്. ഇവിടെ വരുമ്പോഴാണ് ഞാൻ ആരാണെന്നുള്ള സത്യം എനിക്ക് ഓർമ്മ വരുന്നത്. സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാത്തതിലുള്ള ദുഃഖം. ആര് പറഞ്ഞു നീ അനാഥനാണെന്ന്? മോനെ, ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ്. ആ, നീ വാ, നമുക്ക് കുട്ടികളെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ബ്യൂട്ടിഫുൾ പ്ലേസ്, റിയലി. ഇങ്ങനെയുള്ള സ്ഥലത്തിരുന്ന് ഇവിടെ സ്വാഭാവികം എത്ര അടിച്ചാലും ഫിറ്റാവില്ല. അപ്പോൾ ആരംഭിക്കാം. ഗ്ലാസ് റെഡി. അടിയാ, അങ്ങോട്ട് നോക്കി. ഏതാടാ പൂക്കാരി? കൊള്ളാമല്ലോ. ഇത് ആ കുതിരക്കാരൻ പൊന്നയ്യന്റെ മോളാ. വീഴുന്ന കുതിരയാണോ? അത് സവാരിക്കാരന്റെ മിടുക്ക് പോലെ ഇരിക്കും. 18 beautiful places are here. Crocodiles what? ഞങ്ങളാ. ആഹാ, സാവന്മാരാണോ? വണക്കം സാർ. രാവിലെ ഫുൾ ടാങ്കിലാണല്ലോ. വേറെ സ്വല്പം ഒഴികെ. ഇയാൾ 24 മണിക്കൂർ ഫിറ്റാ. ഓഹോ, കാണിച്ചത്. അയ്യോ, ഞാൻ വിചാരിച്ചു കാലി കുപ്പിയാണെന്ന്. ആരാ സാറേ? പുതിയൊരു സാറ്? എന്റെ ഫ്രണ്ടാ, വലിയ പാർട്ടിയാ. ആഹാ, മലയാളിയാണോ? അതേടോ.
വണക്കം സാർ. താനാ പോയ പൂക്കാരി അറിയോ? പിന്നെ എങ്ങനെയാ പാർട്ടി? എന്താ വേണോ സാർ? വേണമല്ലോ. അതിന് പണം കുറെ ചെലവാക്കണം. അവിടെ തന്തയ്ക്ക് ചാരായം വാങ്ങിച്ചു കൊടുക്കണം, വലിക്കാൻ ചുരുട്ട് വാങ്ങിച്ചു കൊടുക്കണം, കുതിരയ്ക്ക് തീറ്റി. മതിയോ? തൽക്കാലം മതി സാറേ. ഞാൻ ഇങ്ങനൊരു പുണ്യ പ്രവൃത്തി ചെയ്യുന്നത് തന്നെ സാറിനോടുള്ള റെസ്പെക്ട് കൊണ്ടാണ്. ഞാനൊരു ബ്രോക്കർ അല്ല, ഗൈഡാണ്. ഐ ആം ആൻ ഓതറൈസ്ഡ് ഗൈഡ്. ഓക്കെ, എല്ലാവർക്കും വണക്കം സാർ. വണക്കം. ഒന്ന് ഒഴിക്കടാ. ഓ, താനീ കാശും വാങ്ങിച്ച് മുങ്ങിയാലുണ്ടല്ലോ ഇടിച്ചാൻ. ഞാൻ ഏറ്റു. ജോസഫാ പറയുന്നത്. ആ, ജോസഫ് ഏറ്റതാ. ഞാൻ ആരെന്ന് വിചാരിച്ചടാ പുല്ലന്മാരെ? മാമയോ? പെണ്ണിനെ കിട്ടുമെന്ന് ചോദിച്ചു, കിട്ടുമെന്ന് പറഞ്ഞു. കുറച്ച് കാശും തന്നു. വേറെ ആരെയും കണ്ടില്ല. കുതിരക്കാരന്റെ മോളെ. ഇനി അവന്മാരെ കാണാതെ മുങ്ങി അടക്കണമല്ലോ. ഫീലിങ്സ്. ടൂറിസ്റ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. வாங்கம்மா வாங்க. என்ன வேணும்? ഉള്ളി. வெங்காயமா? അല്ല, കായല്ല, ഉള്ളി. ഉള്ളി. அதாம்மா வெங்காயம். അതല്ല. ദേ ഇത് இந்த വയലറ്റ് കളർ കായല്ലേ? ഹൗ മച്ച്? அது மொச்சக்காய் இல்லம்மா, வெங்காயம். ഏയ്, രാജു, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? എന്താ കാര്യം? എന്റെ ഭാഷ ഇവർക്ക് മനസ്സിലാകുന്നില്ല, ഇവരുടേത് എനിക്കും. കുറച്ച് പച്ചക്കറി വാങ്ങിച്ചു തരാമോ? എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. ഉള്ളി 1 കിലോ. വെങ്കായം 1 കിലോ. ഇത് വേണോ? തേങ്ങ വേണ്ട. വെണ്ടയ്ക്ക? ഇത് 1 കിലോ. ഉരുളങ്ക തന്നേക്കൂ, ഞാൻ പിടിച്ചോളാം. വേണ്ട, ഞാൻ പിടിച്ചോളാം. ഇന്നെന്താ പതിവില്ലാതെ നിമ്മി പച്ചക്കറി വാങ്ങാൻ ഇറങ്ങിയത്? സെർവന്റ് ഇന്നലെ വീട്ടിൽ പോയതാ, ഇതുവരെ വന്നില്ല. പിന്നെ മാർക്കറ്റൊക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ചു. അന്നെന്താ ഇൻസ്പെക്ടർ അങ്ങനെ കാണിച്ചത്? സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞ എന്തിനാ? മാപ്പ് പറയാനെ. എന്നിട്ട് പറഞ്ഞോ? പറഞ്ഞു. അങ്ങേര് വേറെ ആരോന്ന് വിചാരിച്ച് പെട്ടെന്ന് കയറി അടിച്ചു പോയതാ. മനുഷ്യരല്ലേ, ഒരു അബദ്ധം പറ്റാമല്ലോ. ഞാനും അങ്ങ് ക്ഷമിച്ചു. പറഞ്ഞത് ഡ്യൂപ്പാണെന്ന് എനിക്കറിയാം, എന്നാലും ഞാനിങ്ങ് വിശ്വസിച്ചു. ആ രാജു, നാളെ എനിക്കൊന്ന് ഹോഴ്സ് റൈഡിങ്ങിന് പോണം. റൈഡിങ് അറിയാം? പിന്നെ ഞാൻ ഭയങ്കര എക്സ്പെർട്ടാ. എന്താ പോകുന്നില്ലേ? പിന്നെ എന്താ വേഗമാട്ടെ. ഇതൊരു മെരുക്കില്ലാത്ത കുതിരയാണല്ലോ. റൈഡിങ്ങിന് എക്സ്പേർട്ട് ആണെന്നല്ലേ പറഞ്ഞേ, പിന്നെ ഏത് കുതിരയായാലും എന്താ? ഇത് എന്ത് ചെയ്തിട്ട് അനങ്ങുന്നില്ല. അതിന് ഞാൻ വഴി ഉണ്ടാക്കാം. അറിയില്ലെങ്കിൽ നീ എന്തിനാ റൈഡിങ്ങിന് പോയത്? ആർക്ക് എന്ത് സംഭവിച്ചാൽ എന്താ? ഗൈഡ്സിനൊക്കെ പൈസ കിട്ടിയാൽ മതി. രാജുവിന് എന്തിനാ കുറ്റം പറയുന്നത്? എന്റെ നിർബന്ധം. രാജു ഇല്ലായിരുന്നെങ്കിൽ
എല്ലാവരും കൂടി എന്റെ ഡെഡ് ബോഡിയും കൊണ്ട് നാട്ടിലേക്ക് പോയേനെ. എന്താ മോളെ ഈ പറയുന്നത്? എന്താ? ഇപ്പൊ വിശേഷമൊന്നുമില്ലല്ലോ. ആർക്കാ? അല്ല, നിമ്മി. ആ, വിശേഷമൊന്നുമില്ല. നീ എന്തിനാ ഒറ്റയ്ക്ക് കൂട്ടിക്കൊണ്ട് പോയത്? ഞാൻ വിളിച്ചില്ല. റൈഡിങ്ങിന് പോണെന്ന് പറഞ്ഞു. വന്നപ്പോ ഞാൻ അവള് പറയുന്ന കേൾക്കാൻ നടക്കാ നീ? എന്റെ തൊഴിലതാ. മതി വാചോ, പൊയ്ക്കോ. രാജു, ഗുഡ് മോർണിംഗ് മേനൻ സർ. രാജു നിമ്മിയുടെ വിവരം അറിയാനായിരിക്കും വന്നത്. വരൂ. ഞാൻ കാരണം നിമിക്ക്? ഏയ്, അതൊന്നുമല്ല. ഞാൻ റൈഡിങ്ങിന് എക്സ്പേർട്ട് ആണെന്ന് കള്ളം പറഞ്ഞില്ലേ, അതിന് കിട്ടിയ ശിക്ഷയാ. ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ കംപ്ലീറ്റ് ചെക്കപ്പ് ചെയ്തു. ഭാഗ്യത്തിനാ ഒന്നും പറ്റാതിരുന്നത്. ഇതാരുടെ ഫോട്ടോയാ? എന്റെ ഡാഡിയും മമ്മിയോ. മമ്മി എന്റെ ചെറുപ്പത്തിലേ മരിച്ചു. ഡാഡി 3 വർഷം മുമ്പ് ഒരു കാർ ആക്സിഡന്റിൽ. വരട്ടെ.